ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഞങ്ങളുടെ യൂട്യൂബില് വീഡിയോ എന്താന്ന് വെച്ചാ ഗസ് ചെയ്യൂ സാറാ. അമ്മാമ്മയ്ക്കാണോ എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത്, അതോ സെറാമോക്കാണോ എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത്? നമ്മൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് വെച്ച് നോക്കാൻ പോവാണ്. ഇതാണ് എന്റെ അമ്മയുടെ അമ്മ. ഒന്ന് ഉഷാറായിട്ടിരി. അപ്പൊ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഓക്കെ, നമ്മള് ക്വസ്റ്റ്യൻസ് തുടങ്ങാൻ പോവാണ്. ആർ യു റെഡി? കോപ്പി അടിക്കുന്നത് പേപ്പറും പേനും എടുത്തില്ല, ഇപ്പൊ എടുത്തിട്ട് തരാം. ഞങ്ങൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പേപ്പറും പേനും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അമ്മച്ചീന്നും സേരയെന്നും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, സോറി. ഓക്കെ, അത് ഞാനാണ് കേട്ടോ ചേച്ചി. ഞാനാ ഒരാള് വലിയ കാര്യത്തിൽ ഞാൻ ഫോണിലാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നൈസിനായിട്ടിട്ട് നിങ്ങൾക്ക് ക്യാമറ ഞാൻ റീവെന്റ് എടുത്ത് കാണിക്കുക. ഇടക്കണ്ടിട്ടൊരു നോട്ടം. എനിക്ക് സിമ്പിൾ ചോദ്യമാണേ. അമ്മച്ചി സേറ, ഞാൻ സിമ്പിൾ ചോദ്യമാ. ഫസ്റ്റ് ആദ്യമേ തുടങ്ങുന്നുണ്ട്. ക്യാമറ നോക്കൂ. നോക്കി. സിമ്പിൾ ചോദ്യം. എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ് എനിക്കറിയാം. മോഡേൺ ആണോ വെസ്റ്റേൺ ആണോ? വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ അറിയാവോ? മോഡൽ പറയാൻ പറഞ്ഞോ? ചെവി പറയാനല്ലേ പറഞ്ഞു? ഓപ്പൺ അല്ലേ? വീ കോപ്പി അടിക്കത്തില്ലേ? എനിക്കറിയാം. കണ്ടുപിടിച്ചേ, ഗസ് ചെയ്തേ. ഒരാള് ഉത്തരം പറ. ചെവി പറ. അതാണ് മോഡൽ. അപ്പൊ രണ്ടുപേരെ ആൻസറും പുറത്ത് പറയാം. അമ്മച്ചിയുടെ ആൻസർ പറയാം പുറത്ത്. മോഡേൺ ഡ്രസ്. ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായോ വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടമുള്ള ഇടാനുള്ള ഉടുപ്പ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരി ഉത്തരവാണ്. എന്താ ശരി, മോഡേൺ ഇടാനാണ് ഇഷ്ടം, ട്രഡീഷണൽ ഇഷ്ടമല്ല. അപ്പൊ ഓക്കെ, രണ്ടുപേർക്കും ഈക്വൽ പോയിന്റ്. അമ്മച്ചി 1, സേറ. സാരി ചേച്ചി സാരി ഉടുക്കുമ്പോ വല്ലോ എന്തുവാ ഇങ്ങനെ ഇത് വല്ലോ ഫംഗ്ഷൻ വല്ലോ ആണെങ്കിൽ ചേച്ചി ഇടാറുണ്ട്. ഇല്ലെങ്കിൽ ഉടുപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ബ്ലഷും തേച്ചിട്ട് ഫസ്റ്റ് ഉള്ളത് ഇടും. ഇനി നെക്സ്റ്റ്. അപ്പൊ നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് കിടക്കാം. ചോദിക്കട്ടെ ചോദ്യം. ഞാൻ വിഷമിച്ചിരിക്കുമ്പം എന്താണ് ചെയ്യുന്നത്? രണ്ടെണ്ണം പറയണോ? ഞാൻ ഇഷ്ടമുള്ളതിനും പറയാം. ചെവി പറ. പുറത്ത്. അപ്പൊ അമ്മച്ചിയുടെ ഉത്തരം പുറത്ത് പറയും, കേക്കട്ടെ. വിഷമിച്ചിരിക്കുമ്പോൾ എന്താന്ന് വെച്ചാ ഇറങ്ങിപ്പോകലേ. ആര്? ഞാൻ ഇറങ്ങി പോവാ, നിങ്ങൾ ഇറങ്ങി പോകുന്നതാ? ഞങ്ങൾ ഇറങ്ങി പോകണ്ടേ? ഇവിടെ ചേച്ചി വിഷമിച്ചിരിക്കുമ്പോ ഇല്ലെങ്കിൽ കഥവൊക്കെ അടച്ചു കൂട്ടിയിട്ട് ഇത് പാട്ട് കേൾക്കും. വിഷമിച്ചിരിക്കുന്ന പാട്ടല്ലേ, വലിയ വൈബ് പാട്ട്. അതിട്ട് കിടന്നിങ്ങനെ ആടും. അത് കഴിഞ്ഞിട്ട് എന്തുവാ അതൊക്കെ എന്തൊരു ചേച്ചി പറഞ്ഞു. ഓക്കെ, ചേറ പറഞ്ഞത് തെറ്റ് ആൻസറാണ്. അമ്മച്ചി പറഞ്ഞാണ് ശരി. എന്താന്ന് വെച്ചാ അടിയിടുമ്പോ അമ്മച്ചി ഞാൻ വിഷമിച്ചിരിക്കുന്ന ടൈമിൽ അമ്മച്ചി ആയിരിക്കും വന്ന് എന്നോട് ചോദിക്കുന്നത്, എന്ത് പറ്റിയടി? എന്ത് പറ്റി? ഒന്നുമില്ല. പിന്നെയും വന്ന് ചോദിക്കും, എന്തോ പറ്റിയടി? എന്തോ പറ്റി? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്തോ പറ്റി? ഒന്നുമില്ല. ഒന്ന് ഇറങ്ങി പോവോ വെളിയില്? ഇതാണ് പറയുന്നത്. സേറ ഓക്കെ. ഞാൻ ഇങ്ങനെ അടിപൊളി സമയത്ത് ഞാൻ പോവാറില്ല. സത്യത്തിൽ എനിക്ക് ഇതിനെ പറ്റി വലിയ അറിയത്തില്ല. ചേച്ചി അടിപൊളി, ഞാൻ ചേച്ചിയുടെ ഭാഗത്തോടെ പോവാ. അമ്മച്ചിക്ക് 2 പോയിന്റ്, സേറയ്ക്ക് മാർക്കില്ല. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് കടന്നാലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് ആര്? എന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് ആര്? ആൻസർ ഉണ്ടോ? ആൻസർ ഉണ്ട്. അമ്മച്ചി പറയല്ലോ. കണ്ണിൽ നവരസമൊക്കെ ഓടുന്നത് അമ്മ ഉണ്ടായി. അമ്മ പറ.
പൂട്ടി വെക്കുന്ന സ്ഥലം അങ്ങനെ വല്ലതും ആണോ? എന്റെ രഹസ്യം സൂക്ഷിപ്പ് ആര്? അവിടെ. ഓക്കെ, അപ്പൊ അമ്മച്ചിയുടെ ആൻസർ പുറത്തു പറ. സേറ. നിന്റെ ആൻസർ? രണ്ടുപേരും പറഞ്ഞത് ഉത്തരം ശരിയാണ് ഗൈസ്. സേറ തന്നെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇവളുമായിട്ടാണ്. അപ്പോൾ ഓക്കെ, രണ്ടുപേർക്ക് ഈക്വൽ പോയിന്റ്. ഇപ്പോൾ ഓക്കെ, 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞങ്ങൾക്കുള്ള പ്രൈസ് വല്ലതും ഉണ്ടോ? അത് ഞാൻ പിന്നെ രാത്രിയാകുമ്പോ നല്ല അടിപൊളി പത്തിരി ഇറച്ചി. ഞാൻ പറയാം. നോക്കുന്നവർക്ക് ഉപ്പ്. ഉപ്പാ? തോക്കുന്നവർക്ക് ഉപ്പാണേ. അയ്യോ, ആണേ. ഞാൻ ഉപ്പ് വെച്ച് ശീലിച്ചതാ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. അമ്മച്ചിയുടെ കണ്ണ് ഒരു ഇച്ചിരി ഉള്ളതുകൊണ്ട് കണ്ണ് ഉണ്ടോന്ന് അറിയാൻ ഉണ്ട്. കണ്ണ് കാണാനും കേൾക്കാനും. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമ്മ അപ്പൊ നെക്സ്റ്റ് ചോദ്യം. എന്റെ ഫേവറേറ്റ് കളർ. എന്റെ ചെവി പറയണം. ചേച്ചി എന്റെ ഫേവറേറ്റ് കളർ. അങ്ങനെയൊന്നുമില്ല, കളർ പറയണം. ഏതെങ്കിലും ഒരു കളർ നീ പറയണം. അമ്മ പറഞ്ഞു. കം. എനിക്കൊന്നും ഇപ്പൊ രണ്ടെണ്ണം പറയണോ? പറഞ്ഞേ ഫസ്റ്റ്. ഓക്കെ, 2 പേര് പറഞ്ഞത് തെറ്റാണ്. അമ്മച്ചി പറഞ്ഞത് പറയൂ. ഗ്രേ കളർ. ഞാൻ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സത്യം പറഞ്ഞ ചേച്ചിക്ക് ഇഷ്ടമുള്ളത് മഞ്ഞ. 2 പേര് പറഞ്ഞത് കളർ തെറ്റാണ്. എനിക്ക് ഇഷ്ടം പിങ്ക്. 2 പേർക്ക് മാർക്കില്ല. കറക്റ്റ് പിങ്ക് എന്ന് പറയാൻ വന്നത് ഞാൻ മാറ്റിയതാ. ഇല്ല, ഇതുവരെ 4 ക്വസ്റ്റ്യൻ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കിടക്കാം. നെക്സ്റ്റ് ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കാൻ വന്ന ചോദ്യം മറന്നുപോയേ. നിങ്ങളിൽ ആർക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഞങ്ങൾ രണ്ടുപേരിലാണോ? യെസ്. ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്നെ നിങ്ങൾക്ക് ആർക്കാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആർക്കാണ്? നിങ്ങൾ. അവളെ ഇഷ്ടപ്പെടുന്നത് ആരാണ്? നിങ്ങൾ രണ്ടുപേരില് പറ. 2 പേരും ഉണ്ടായിരിക്കുന്ന പറ. രണ്ടുപേരും പറഞ്ഞത് ശരിയാണ്. ഞാൻ ചോദിച്ച ചോദ്യം എന്താ പറ. ഫസ്റ്റ് എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരാണ്? 2 പേരും ഇഷ്ടപ്പെടുന്നു. ഞാൻ 2 പേരും ഇഷ്ടപ്പെടുന്നുണ്ട്. അത് വേറെ സത്യം. അങ്ങനെ 2 പേരും ഈക്വൽ ആയിട്ടാണ്. അമ്മച്ചിയ കൊച്ചിലെ മുതൽ എന്നെ എടുത്ത് വളർത്തിയല്ല. മീൻസ് 1980 ഇപ്പൊ ഇവിടെ 1900 കഥയൊന്നും ഇവിടെ ചോദിച്ചില്ലേ? ഞാൻ ജനിച്ചതേ 2002. അതിന് 1900 എന്തിനാ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. 5 ചോദ്യം ആയില്ലേ? 5 ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം. നെക്സ്റ്റ് ചോദ്യം. എന്നെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത്? അമ്മച്ചി പറയുക. ക്യാമറ നോക്കി പറഞ്ഞു. നാട്ടിലല്ലേ ക്യാമറ നോക്കി പറയാന്ന് വെച്ചാ ഫസ്റ്റ് ഞാൻ പറയട്ടെ. ഫസ്റ്റ് സേർ പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവിശ്വാസം അത് മാത്രം എനിക്ക് പറയാം. നല്ലപോലെ അറിയാം. ചോദ്യം മനസ്സിലായിരുന്നോ? ചോദ്യം എന്തുവാ പറ. ഞാൻ പറയാം. ചേച്ചിക്ക് അമ്മച്ചിക്ക് ഞാൻ ചോദിച്ച ചോദ്യം 2 പേർക്ക് എന്തോ ഗൈസ് എന്ത് ചെയ്യാനാ? എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ക്യാമറ നോക്കി പറ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുഴപ്പമില്ലെന്നല്ല, തക്കതായ എന്നെ കുറിച്ചുള്ള അഭിപ്രായം. ആള് കുഴപ്പമില്ല, സ്നേഹമുണ്ട്.
മുൻദേഷ്യം വന്നാൽ കൂട്ടി തരും, ഇല്ലെങ്കിൽ രാവിലെ നാളെ പാവ. താങ്ക് യു. ഇത്രയുള്ള എന്നെ കുറിച്ചുള്ള അഭിപ്രായം. ഒരുപാട് പറയണോ? ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി, ആവശ്യമില്ലാത്തത് പറയണ്ട. ആവശ്യമുള്ളത് പറ. ഞാനെന്താ നില്ല പ്രശ്നം വെച്ചി കൊച്ചുനാൾ ഇവിടെ വളർത്താൻ പെട്ട പാട്, എന്തോരു വിളച്ചില്. എന്റെ കയ്യിലെ തൊലി മൊത്തവും അള്ളിപ്പറത്ത് ഇപ്പൊ 7ാമത്തെ 8ാമത്തെ തൊലി എങ്ങാണ്ട. ആപ്പാടെ മനുഷ്യൻ ഇടയ്ക്ക് 7 തൊലിയുണ്ട്. ആ തൊലി മൊത്തം അവൾ അള്ളിപ്പറത്ത് വെച്ചേക്കുക. താങ്ക് യു. കാരണം അമ്മയല്ല വളർത്തുക, ഞാനാ. അവളെ കൈ സത്യം പറയട്ടെ പിന്നെ എന്തെങ്കിലും നമ്മൾ പറയും പെട്ടെന്ന് പറഞ്ഞാലും പിന്നെ വന്നിച്ച് കാണിക്കുന്ന ഒരു വിഷമവും കാര്യങ്ങളും കഴിയാറില്ലാതെ പറഞ്ഞു പോയി വെച്ചു. അത് ആ മനസ്സിന്റെ ഒരു ഇതാണ്. അത് വേറൊന്നുമല്ല ഗായ്സ്, എനിക്ക് എന്റെ അമ്മച്ചിയാണല്ലോ എന്നെ വളർത്തിയത്. അപ്പൊ എനിക്ക് മമ്മിയെക്കാട്ടി ഇച്ചിരി അറ്റാച്ച്മെന്റ് എന്റെ അമ്മച്ചിയായിട്ടാണ്. അപ്പൊ എനിക്ക് അമ്മച്ചീനെ മമ്മി എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞാൻ മമ്മീനെ വെറുതെ വിടത്തില്ല. അമ്മച്ചിയുടെ കാര്യം പറയട്ടെ, അതിപ്പോ പറയണ്ട, അതിപ്പോ പറയണ്ട, മടങ്ങി അതിപ്പോ പറയണ്ട. അത് ഇച്ചിരി കൂടെ നമ്മൾ ഇച്ചിരി കൂടെ സമയം പറയാം. ഇപ്പൊ പറയണ്ട, അതായത് ചുമ്മാ പിന്നെ അപ്പം മമ്മി എന്തെങ്കിലും പറഞ്ഞാൽ പോലും മമ്മീനെ വഴക്ക് പറഞ്ഞ് ഞാൻ അമ്മച്ചിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും. അപ്പൊ എന്താ വെച്ചാൽ ആ ഒരു അറ്റാച്ച്മെന്റ്, കൊച്ചിലെ മുതലുള്ള അറ്റാച്ച്മെന്റ് ഞാനും അമ്മച്ചിയായിട്ട് ഒരു ബോണ്ടിലുണ്ട്. അതുകൊണ്ട് അമ്മച്ചിയാണ് കുഞ്ഞിലെ ഒരു ഇതിന്റെ വോയിസ് ഒരു ആ ഒരു സംഭവം അത് എടുത്തിട്ട് പറയണ്ടെന്ന് സാഹചര്യം വരുമ്പോ ഇനി നമ്മളെ ചാനൽ കുറച്ചും കൂടെ റീച്ച് ആയൊക്കെ വരുമ്പോഴത്തേക്കും വാക്ക് വീണു. ആ ശബ്ദത്തിന്റെ ഉടനെയാണ് ഇത്. അത് എന്നെങ്കിലും ഞങ്ങൾ മുൻകൂട്ടി നമ്മൾ ഇച്ചിരി കൂടെ പോപ്പുലർ ആയിട്ട് പറയാം. നമ്മളായിട്ട് ഇപ്പൊ കൂടെ പറയുന്നത് ആ ഇത് ഫേമസായി പലവരും ആ ഒരു ഇതില് ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും അത് ചെയ്യുന്നു. അത് പറയണ്ട പറയത്തില്ല. ഫോൺ ഇങ്ങനെ റോൾ ചെയ്ത് വരുമ്പോ താനെ അത് വന്ന് കാണിച്ചവിടെ എല്ലാരെയും കാണിച്ചു. ഓക്കെ, അപ്പം അത് നിങ്ങൾ എന്തുവാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നിയത് എന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ നമ്മൾ ചാനൽ കുറച്ചും കൂടെ പോപ്പുലർ ആകുമ്പോഴത്തേക്കും നമ്മൾ തന്നെ അത് റിവീൽ ചെയ്യുന്നതായിരിക്കും. ചെയ്യാം, പക്ഷെ വേണ്ട, ഇപ്പൊ ചെയ്യണ്ട. അതുകൊണ്ട് എനിക്ക് അമ്മച്ചിയായിട്ടാണ് കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതൽ. മൈ ഗ്രാനി കുശുമ്പ. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ഷെയർ എടുത്തുനിന്ന് ആൻസർ കേട്ടില്ലായിരുന്നു. ഓക്കെ, ആൻസർ ഷെയർ പറയൂ. ആരെങ്കിലും എന്തെങ്കിലും വരക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് അത് വരക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് 1 മിനിറ്റ് കഴിയുമ്പോ ഇത് പറഞ്ഞാൽ വരും ഞാൻ ചെയ്ത തെറ്റാ. അത് സ്വയായിട്ട് മനസ്സിലാവും ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്. എന്നിട്ട് 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കും. എപ്പോ വരക്ക് കിട്ടുന്നോ അപ്പൊ സ്വയായിട്ട് ചിന്തിച്ച് ഇവിടെ ഇരുന്ന് ദൈവവിശ്വാസക്കാണ്. എന്നിട്ട് നമ്മളാരും കേട്ട സമയത്തില്ല, റൂമില് ഒറ്റ ഇരുന്ന് കഴിഞ്ഞ് പ്രാർത്ഥിക്കും. ചോദ്യത്തിലോട്ട് പോവാം. ഇത് പറഞ്ഞില്ല, രണ്ടുപേർക്കും സെയിം പോയിന്റ് എന്താ വെച്ചാൽ ഇത് എന്നെ കുറിച്ചുള്ള ഇതാക്കാനല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നെ കുറിച്ചുള്ള ഇതാക്കാൻ എന്നെ കുറിച്ചുള്ള അഭിപ്രായം പറയല്ല, അതാകുമ്പോ കുഴപ്പമില്ല രണ്ടുപേർക്കുള്ള. നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോകാൻ റെഡിയാണോ താങ്കൾ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എനിക്ക് കുഴിമന്തി, ഞാൻ എവിടെ കുഴിമന്തി ഇട്ടാലും ഇരുന്ന് തിന്നാലും ചോദിച്ചാൽ കൊടുക്കത്തില്ല. അത്രയ്ക്ക് ഇഷ്ടം എനിക്കിഷ്ടമുള്ള 2 പേർക്ക് ഈക്കല. അതല്ലേ പറഞ്ഞ 2 പേർക്ക് ഈക്കല കടന്ന് പറഞ്ഞേ. പിന്നെ അതല്ലേ പറഞ്ഞ ചേച്ചിക്ക് രണ്ടുപേരും പറഞ്ഞ ഉത്തരം ശരിയാണ്. എന്താ വെച്ചാൽ അവർക്ക് ഓൾറെഡി നേരത്തെ അറിയാം. നിങ്ങളെ ഞാൻ പിന്നെ പരിഗണിക്കുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ഓക്കെ, നെക്സ്റ്റ് ചോദ്യം.
എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ് ഏതാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന പ്ലേസ് ഏതാണ്? ഇരിക്കാൻ ആഗ്രഹിക്കുന്നതല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ പോകാനാണെങ്കിൽ ഇരിക്കാൻ ഇഷ്ടപ്പെട്ട പ്ലേസ്. ചെവി പറയുക. പറഞ്ഞിട്ടാണ് നല്ല ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്ഥലം. അതാ പറഞ്ഞ ആ സ്ഥലം അങ്ങനെയല്ല, അതല്ല ഉദ്ദേശിച്ച. ഏത് സ്ഥലത്തിരിക്കാണ് എനിക്ക് ഏറ്റവും പിന്നെ ബീച്ച് മീൻസ് മറ്റേ പള്ളി, ബീച്ച്. ഏത് പ്ലേസ്? ഒറ്റയ്ക്ക് സൈലൻസ് ആയിട്ട്. അല്ല അല്ല അങ്ങനെയല്ലല്ലോ. ക്യാമറ നോക്കി പറയാം അമ്മച്ചി ഡാൻസ്. ഒറ്റയ്ക്ക് ആരുടെ ഒരു ഇതുമില്ല, ടി വിയും കണ്ട് ഫോണിൽ ഇതൊക്കെ കണ്ട് ഡാൻസും പിന്നെ ഓരോന്നൊക്കെ കണ്ടിട്ട് ഏതാണ്ട് യൂട്യൂബൊക്കെ കണ്ട് അങ്ങനെ ആ പ്ലേസ് തനിയെ ഇരിക്കുന്നതാണ് ഇഷ്ടം. പ്ലേസിന്റെ പേര് പറയൂ. റൂമാണോ അതോ പുറത്ത് സ്ഥലമാണോ? റൂം. യു ഉണ്ട്. റൂമിൽ ഇരുന്ന് കുത്തിയിരിക്കുക. സെക്കൻഡ് ബീച്ച്. ഏറ്റവും കൂടെ പോകുന്ന ബീച്ചിലാ ചേച്ചി. ഓക്കെ. പുറത്തെന്ന് പറയുമ്പം സേറ പറഞ്ഞ രണ്ടുപേരും പറഞ്ഞ ശരിയാണ്. പുറത്ത് പോകുന്നത് ഞാൻ ബീച്ചിലാണ് ഏറ്റവും കൂടുതൽ. കൊല്ലത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ബീച്ചാണല്ലോ. അപ്പൊ പിന്നെ ബീച്ചിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് ബീച്ചിലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് വീട്ടിലെ റൂമിലാണ്. അത് ആരുണ്ടെങ്കിലും ഇല്ലെങ്കിൽ യൂട്യൂബ് കണ്ട് ഫോൺ നോക്കി ഫുഡും തന്ന് എത്ര വേണമെങ്കിൽ ഇരിക്കാൻ പറഞ്ഞാൽ അത്ര വേണമെങ്കിൽ ഞാൻ അവിടെ കിടന്നിരിക്കും. അപ്പൊ രണ്ടുപേരും പറഞ്ഞ ശരിയാണ്. അപ്പൊ രണ്ടുപേർക്കും ഓരോരോ മാർക്ക്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് നമുക്ക് കിടക്കാം. എനിക്കിഷ്ടമുള്ള വ്യക്തി ആരാണ്? എനിക്കിഷ്ടമുള്ള ആരെയാണ്? എനിക്കിഷ്ടം നിങ്ങൾ രണ്ടുപേരില്ല. എന്റെ അനിയൻ അത് അവളെ കളിക്കാൻ മറക്കാണ്ടില്ല. അവിടെ അടുത്തൊന്നും മാറത്തില്ല. എപ്പം നോക്കിയാലും അവിടെ ചേച്ചി വിളിക്കുന്ന പെരുമാറുണ്ട്. ആദമ്മ കണ്ണ ആദം പക്ഷെ കണ്ണ അങ്ങനെ ഒരുമിച്ചില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തി ഇപ്പോന്ന് പറയാൻ പറ്റത്തില്ല, റീസെന്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തി കുഞ്ഞു ചോട്ട എന്റെ കണ്ണനാണ്. ആദമ്മ കണ്ണ. പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ചേച്ചിക്ക് പാടാൻ. അതൊന്നും നമ്മൾ പുറത്ത് റിവീൽ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ചോദ്യം. എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഏതാണ്? എനിക്കറിയാം പ്ലീസ്. സോറി ചേച്ചിക്ക് കൊറേ ഇഷ്ടമല്ലേ? അപ്പൊ എല്ലാം ഓക്കെ. അപ്പൊ അമ്മച്ചിയുടെ ഉത്തരം ക്യാമറ നോക്കി പറയൂ. ഡയറി മിൽക്ക്. ഡെയറി മിൽക്കിലെ നട്ട്സ് ഉള്ളത് ചേച്ചി. അപ്പൊ ഞാൻ ഇന്നൊരു കാര്യം പറയട്ടെ, എനിക്ക് ഡയറി മിൽക്ക് എന്ന് പറഞ്ഞ സാധനം കണ്ണെടുത്താ കണ്ടുകൂടാ. എനിക്ക് മിൽക്കി ബാർ കണ്ട. എനിക്ക് എന്റെ ഫേവറേറ്റ് മുട്ടായി എന്ന് പറയുന്നത് മിൽക്കി ബാറും അല്ല, കിറ്റ്കാറ്റ്, സ്നിക്കേഴ്സ്, ഫെറോ റോഷസ്, മഞ്ച്, പിന്നെന്താണ് കിറ്റ്കാറ്റ്, സ്നിക്കേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാർക്കില്ല, തെറ്റാണ്. അപ്പം നെക്സ്റ്റ് ചോദ്യം. എന്റെ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ പറയൂ. ഫ്ലേവർ ബ്രാൻഡ് അല്ല ഉദ്ദേശിച്ചത്. നീ പറ. ഞാൻ പറ. ഫ്ലേവർ പറയാൻ ചോക്ലേറ്റ് ആണോ? രണ്ടും അമ്മച്ചിയുടെ ആൻസർ പറ. പുറത്ത് ചോക്ലേറ്റും എനിക്ക് ഇത് രണ്ടും അല്ല. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല, സ്ട്രോബെറി ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമുള്ള വാനില ഫ്ലേവറും വരെ വരെ ഇവളൊന്നായി. ചേച്ചി വിളിച്ച് ഇപ്പൊ ഇവളൊന്നായി. എനിക്കിഷ്ടമുള്ളത് പിസ്തയും വാനിലയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വാനിലയാണ് ഞാൻ കഴിക്കുന്നത്. പിസ്തയും കഴിക്കും, മാംഗോയും കഴിക്കും. ഈ 3 ഫ്ലേവറും കഴിക്കും. അപ്പൊ രണ്ടുപേർക്കും 0. അപ്പൊ നെക്സ്റ്റ് ചോദ്യം. എനിക്കിപ്പോ ഒരു ടൂർ പോവാൻ സ്ഥലത്ത് പോവാൻ ഇഷ്ടമാണെന്ന് വെച്ചോ. അത് ഏത് സ്ഥലത്തായിരിക്കും ഞാൻ പോകുന്നത്? നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഇല്ല.
എന്നാ വേറെ പറ. പറയൂ. ഇല്ലില്ല പറ്റത്തില്ല. പൂർവ്വ ഇഷ്ടപ്പെടുന്ന സ്ഥലം എന്ന് വെച്ചാൽ എന്തോ പറയാനാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം പറയാം. ഇനി ടൂർ പോകാനുള്ള സ്ഥലമാ ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ടൂർ പോകാൻ. അമ്മച്ചിക്കറിയാൻ വഴിയില്ല. ഗോവ. ഗോവ. സേറ പറയൂ. ഞാൻ പറയാം. ഞാൻ പറയട്ടെ. പറ നീ. എന്തായാലും എനിക്ക് അറിഞ്ഞൂടാ. മൂന്നാറും വണ്ടർലയും. എന്നാ ഇത് രണ്ടും അല്ല. പിന്നെ സ്വിറ്റ്സർലാൻഡ്. കിടക്കും ചട്ടിയും ചോറും. രണ്ടുപേർക്കും അറിഞ്ഞൂടാ. അപ്പം കേട്ടോ. നെക്സ്റ്റ് എന്നെ കുറിച്ച് രണ്ടു വാക്ക് പൊക്കി പറയൂ. ഇതല്ല നമ്മുടെ ലാസ്റ്റ് ഒരു രണ്ട് വരി. ആ പാട്ടിന് രണ്ട് വരി. ഒരു പാട്ടിന്റെ രണ്ട് വരി. ഓക്കെ പാടി പെട്ടെന്ന്. സന്യാസിനി ഞാൻ വേറെ വീഡിയോ പുഷ്പവുമായി വന്നു. പിന്നർ ആരാന്ന് നമ്മൾ അനൗൺസ് ചെയ്തില്ല. നമ്മളൊരു 10-12 ചോദ്യം. ഓക്കെ, 10-13 ചോദ്യം വിട്ടൊന്നും ആരും കൊടുത്തില്ല. അറിയാവുന്നത് ജനുവിനായിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും. ചിലത് നിങ്ങൾക്ക് ഒരുമിച്ച് അറിയാനും ചിലത് നിങ്ങൾക്ക് ഒരുമിച്ച് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ ഓക്കെ, ഇതിൽ ആരാ ജയിച്ചതെന്ന് ഞാൻ പറയാം. വിന്നറിനെ അനൗൺസ് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഒന്ന് എണ്ണട്ടെ. 1 2 3 4 5 6 1 2 3 4 5. അപ്പൊ ഓക്കെ, വിന്നർ എന്താന്ന് വെച്ചാ, വിന്നർ ആരാന്ന് വെച്ചാ സേറ കുഞ്ഞു കൊച്ചല്ലേ, 10 വയസ്സല്ലേ ആളൂ, 5th പഠിക്കുന്നേ ഉള്ളു. അപ്പൊ അവൾ എന്നെ കാണാൻ തുടങ്ങിയിട്ട് 10 കൊല്ലമായതേ ഉള്ളു. എനിക്കിപ്പോ 23 വയസ്സുണ്ട്. എന്നെ കാണാൻ തുടങ്ങിയിട്ട് 23 കൊല്ലമായി. അപ്പൊ ജയിക്കുന്ന ഓൾമോസ്റ്റ് ആരായിരിക്കും? അമ്മച്ചി തന്നെ ആയിരിക്കും. അപ്പം 7 മാർക്കോട് അമ്മച്ചി വിജയിച്ചിരിക്കുന്നു. 6 മാർക്കോട് സേറ റണ്ണേഴ്സ് അപ്പ് ആയിരിക്കുന്നു. അപ്പൊ ഓക്കെ, അമ്മച്ചിയാണ് വിന്നർ ആയിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തേക്ക് ഞങ്ങൾ ടാറ്റ പറയുന്നു ഗായ്സ്. ടാറ്റ ടാറ്റ പറയൂ. ടാറ്റ. ടാറ്റ.